സോഡിയാക് എക്സാം സീരീസിൻ്റെ വീക്ക് 3 യൂണിറ്റ് ടെസ്റ്റ് ഡിസ്കഷനാണ് നമ്മളിന്ന് നടത്തുന്നത്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വീക്സ് ആയിട്ട്. ഇന്നിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഡാഷ് ഈസ് ദ മാരേജ് ഓഫ് മാൻ വിത്ത് ദ സിസ്റ്റർ ഓഫ് ഹിസ് ഡിസീസ്ഡ് വൈഫ്, എസ്പെഷ്യലി ഇഫ് ഷീ ഹാസ് ലെഫ്റ്റ് no offspring. Dash is the marriage of a man with the sister of his deceased wife. Deceased meaning death ആയിട്ടുള്ള, മരണപ്പെട്ടു പോയ വൈഫിന്റെ. എസ്പെഷ്യലി ഇഫ് ഷീ ഹാസ് ലെഫ്റ്റ് നോ ഓഫ്സ്പ്രിങ്സ്. ഓഫ്സ്പ്രിങ്സ് മീൻസ് കുട്ടികൾ. ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ ലെവിറേറ്റ്, ബി സോററേറ്റ്, സി ഗ്രൂപ്പ് മാരേജ്, ഡി നോൺ ഫ്രറ്റേണൽ പോളി ആൻഡ്രി. അപ്പോൾ ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് ലെവിറേറ്റ് മാരേജ് എന്ന് നമുക്ക് നോക്കാം. ലെവിറേറ്റ് മാരേജ് ഈസ് എ ടൈപ്പ് ഓഫ് മാരേജ് ഇൻ വിച്ച് ദ ബ്രദർ ഓഫ് എ ഡിസീസ്ഡ് മാൻ ഈസ് ഒബ്ലിഗ്ഡ് ടു മാരി ഹിസ് ബ്രദേഴ്സ് വിഡോ. അതായത് ഒരു ബ്രദർ സഹോദരന്റെ വിഡോയെ, സഹോദരൻ ഡെത്തായി കഴിഞ്ഞു, അപ്പോൾ ആ സഹോദരന്റെ വിഡോയെ മാരേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാരേജിനെയാണ് നമ്മൾ ലെവിറേറ്റ് മാരേജ് എന്ന് പറയുന്നത്. സൊററേറ്റ് മാരേജ് എന്ന് പറയുമ്പോൾ ഇൻ വിച്ച് എ ഹസ്ബൻഡ് എൻഗേജ് ഇൻ മാരേജ് ഓർ സെക്ഷൽ റിലേഷൻസ് വിത്ത് ദ സിസ്റ്റർ ഓഫ് ഹിസ് വൈഫ്, യൂഷ്വലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ് ഓർ ഹിസ് വൈഫ് ഹാസ് പ്രൂവൻ ഇൻഫെർട്ടൈൽ. അപ്പോൾ ഇവിടെ സൊററേറ്റ് മാരേജിൽ വരുമ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അയാളുടെ വൈഫിന്റെ സിസ്റ്ററിനെ മാരേജ് ചെയ്യുന്നു. ഇപ്പോൾ വൈഫ് ഡെത്തായി പോവുകയോ അതല്ല എങ്കിൽ വൈഫ് ഇൻഫെർട്ടൈൽ ആണെങ്കിലോ, അവർ കുട്ടികളില്ലാകാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ ആ ഒരു ലേഡിയെ വിവാഹം കഴിക്കുകയാണ്. അതിനെയാണ് നമ്മൾ സൊററേറ്റ് മാരേജ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഉള്ളത് നോൺ ഫ്രറ്റേണൽ പോളിയാൻഡ്രി ആണ്. അതായത് ഒരു വുമണിന് ഒരുപാട് മെയിൽസ് ഹസ്ബൻഡ്സ് ആയിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ ഇവരിൽ ആരും ബ്രദേഴ്സ് ആയിരിക്കില്ല. സാധാരണ രീതിയിൽ നമുക്കറിയാം മാരേജിന്റെ പല ഫോംസ് ഉണ്ട്. അതിൽ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു വിമൺ അവർക്ക് ഒരു ഫാമിലിയിൽ തന്നെ ഒരു 3-4 ബ്രദേഴ്സിനെ ഒരുമിച്ച് വിവാഹം കഴിക്കുന്ന മോഡ്സ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ നോൺ ഫ്രറ്റേണൽ പോളിയാൻഡ്രി എന്ന് പറയുമ്പോൾ ഇവർ ഈ വ്യക്തി വിവാഹം കഴിക്കുന്ന മെയിൽസ് ഒരിക്കലും എന്താകണമെന്നില്ല, ബ്രദേഴ്സ് ആകണമെന്നില്ല. ഇപ്പൊ 4-5 ഒക്കെ എന്തുണ്ടാവാം, ആണുങ്ങൾ ഉണ്ടാകാം. അപ്പൊ അവരൊരിക്കലും ബ്രദേഴ്സ് ആകില്ല. അതിനെയാണ് നമ്മൾ നോൺ ഫ്രറ്റേണൽ പോളി ആൻഡ്രി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദാറ്റ് ഈസ് ദ മാരേജ് ഓഫ് എ മാൻ വിത്ത് ദ സിസ്റ്റർ ഓഫ് ഹിസ് ഡിസീസ്ഡ് വൈഫ്, എസ്പെഷ്യലി ഇഫ് ഷീ ഹാസ് ലെഫ്റ്റ് നോ ഓഫ്സ്പ്രിങ്സ്. ഓപ്ഷൻ ലെവിറേറ്റ്, ബി സോററേറ്റ്, സി ഗ്രൂപ്പ് മാരേജ്, ഡി നോൺ ഫ്രറ്റേണൽ പോളിയാൻഡ്രി. അപ്പൊ ഇതിൽ പറയാത്ത ഗ്രൂപ്പ് മാരേജ് ആണ്. ഗ്രൂപ്പ് മാരേജ് എന്ന് പറഞ്ഞാൽ 4-5 മെയിൽസും അതുപോലെ 4-5 ഫീമെയിൽസും തമ്മിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ആ ഒരു മാരേജിനെയാണ് നമ്മൾ ഗ്രൂപ്പ് മാരേജ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സൊററേറ്റ് ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കോസസ് ഓഫ് പോളി ആൻഡ്രി? Which of the following is not one of the causes of polyandry? Option A, fewer number of women. Option B, bride price. Option C, prevention of family feuds. And option D is earlier aging of the female. അപ്പോൾ ഇവിടെ പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഇസ് എ ഫോം ഓഫ് പോളിഗമി in which a woman takes 2 or more husbands at the same time. ഒരേ സമയം തന്നെ 2 അതിലധികമോ ഭർത്താക്കന്മാരുള്ള സ്ത്രീയെ, ആ ഒരു മാരേജ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയപ്പെടുന്ന പോളിയാൻഡ്രി എന്ന് പറയുന്നത്. ഇത് പോളിഗമിയുടെ തന്നെ ഒരു ഫോമാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കോസസ് ഓഫ് പോളിയാൻഡ്രി? പോളിയാൻഡ്രിയുടെ കാരണം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഫ്യൂവർ നമ്പർ ഓഫ് വുമൺ, ബി എന്ന് പറയുന്ന ബ്രൈഡ് പ്രൈസ്, സി പ്രിവെൻഷൻ ഓഫ് ഫാമിലി feuds, and D is earlier aging of female. Answer is D ആണ്, earlier aging of females. Next, 33. Dash is the family into which an individual is born and in which he is socialized. Dash is the family into which an individual is born
and in which he is socialized. ഒരു വ്യക്തി ജനിക്കുന്നതും അവൻ സോഷ്യലൈസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഫാമിലി പറയുന്ന പേര്. ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫാമിലി, ഓപ്ഷൻ ബി കോൺജുഗൽ ഫാമിലി, സി ഫാമിലി ഓഫ് ഓറിയന്റേഷൻ ആൻഡ് ഡി ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഇതിൽ നമുക്കറിയാം ന്യൂക്ലിയർ ഫാമിലി എന്താണെന്നുള്ളത്. ന്യൂക്ലിയർ ഫാമിലിയുടെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോം തന്നെയാണ് ഏതെന്ന് പറയുന്ന കോൺജുഗൽ ഫാമിലി എന്ന് പറയപ്പെടുന്നത്. കോൺജുഗൽ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയർ ഫാമിലിയുടെ തന്നെ ഒരു ഫോം തന്നെയാണ്. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കോൺജുഗൽ ഫാമിലിയുടെ പറയാം. ഇനി ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, നെക്സ്റ്റ് വൺ ഈസ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന ഫാമിലിയെ, അതിനെയാണ് ആ വ്യക്തിയുടെ ഓറിയന്റേറ്റഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി ഒരു വ്യക്തി മാരേജിലൂടെ റിലേറ്റ് ചെയ്യപ്പെടുന്ന ഫാമിലിയാണ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ എന്ന് പറയപ്പെടുന്നത്. എ ഫാമിലി ഓഫ് ഓറിയന്റേഷൻ refers to the family into which a person is born. A family of procreation describes one that is formed through marriage. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് കോൺജുഗൽ ഫാമിലിയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഖാസി ഫാമിലി ഈസ് നോൺ ആസ് ഡാഷ്. ഖാസി ഫാമിലിയെ നമ്മൾ പറയുന്നത് ലിങ്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഖാസി ഫാമിലിയാണ് ലിങ്ക് എന്നുള്ളത്. ഒന്നുകൂടി, ദ ഖാസി ഫാമിലി ഈസ് നോൺ ആസ് ഡാഷ്. ഓപ്ഷൻ എ ലിങ്ക്, ബി ടവാട്ട്, സി നോക്ന ആൻഡ് ഡി ഈസ് ഡെലിങ്സൺ. ലിങ്ക് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ഖാസി ഫാമിലി ഈസ് നോൺ ആസ് ലിങ്ക്. Next, question number 35. If in a family the offsprings inherit the mother's name, the family is called dash. In a family the offsprings inherit the mother's name, the family is called dash. Option A എന്ന് പറയുന്നത് matronymic, B patronymic, C matripotestal and D is matrilineal. ഇതിൽ നമുക്കറിയാം മാട്രി എന്ന് പറയുന്നതെല്ലാം മദറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. പാട്രി എന്ന് പറയുമ്പോൾ ഫാദറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കുട്ടികള് മദറിന്റെ പേരോ അവരുടെ അമ്മയുടെ പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് തന്നെ എടുക്കുന്ന അങ്ങനെ ഒരു ഇതിനെ നമ്മൾ പറയുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനെ നമ്മൾ മാട്രോണിമിക് എന്നാണ് പറയുന്നത്. ഫാദറിന്റെ നെയിമാണ് അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പാട്രോണിമിക് എന്നും പറയുന്നു. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാട്രോണിമിക് ആണ്. If in a family the offsprings inherit the mother's name, the family is called matronymic. Question number 36. According to Radcliffe Brown, dash may be kind of friendliness expressed through a show of hostility. According to Radcliffe Brown, dash may be kind of friendliness expressed through a show of hostility. Option A avoidance, option B joking relations, C covert and D is imitate. എന്താണ് അവോയ്ഡൻസ്? It means that two kins normally of opposite sex should avoid each other. ഓപ്പോസിറ്റ് സെക്സിലുള്ള രണ്ടുപേര്, അവർ കിൻസ് ആയിരിക്കാം, ബന്ധുത്വം നിലവിലുള്ളവരാണ്, പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ അവോയ്ഡൻസ് എന്ന് പറയുന്നത്. കവേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർത്തിലോട്ടൊക്കെ പല സ്ഥലങ്ങളിലും ഉള്ള ഒരു കസ്റ്റമാണ്. അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നോർമലി ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ഡെലിവറി കഴിയുന്ന സമയത്ത് ചില ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം പ്രഗ്നന്റ് ആയി ആ ഡെലിവറി ടൈം അടുക്കുന്നതോട് കൂടി തന്നെ വൈഫിന് എന്തെല്ലാം രീതിയിലുള്ള പരിചരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വൈഫ് റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഫുഡ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഹസ്ബൻഡിനും അതേപോലെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ കവേഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവിടെ ആ ഒരു മദറിന് നമ്മൾ എന്തെല്ലാം പരിചരണങ്ങൾ കൊടുക്കും, അതേപോലെ ഫാദറിനും ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയാവാം, ഫാസ്റ്റിംഗ്, പ്യൂരിഫിക്കേഷൻ, ടാബു, ഇങ്ങനെ പലതരത്തിലുള്ള
കാര്യങ്ങൾക്ക് അയാൾ വിധേയനാകും. അതായത് എന്തൊക്കെ വൈഫ് ചെയ്യുന്നുണ്ടോ അതേപോലെയോ അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ഡിഫറെന്റ് ആയിട്ടുള്ളതോ ആയ രീതിയിലുള്ള കുറെ റിച്വൽസ് ആരും ചെയ്യണം, ഈ ഫാദറും ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ കവേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പാറ്റേണൽ ആൻഡ് ഹെർ നീസ്. ഫാദറിന്റെ പാറ്റേണൽ ആൻഡ്, അതായത് ഒരു കുട്ടിയുടെ ആന്റിയും അതെന്താണ് നീസുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ അമിറ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പാറ്റേണൽ ആൻഡ് ഹെർ നീസ് ഈസ് കോൾഡ് അമിറ്റേറ്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. റാറ്റ്ക്ലിഫ് ബ്രൗണിന്റെ അഭിപ്രായത്തിൽ according to Ratcliffe Brown, dash may be kind of friendliness expressed through a show of hostility. The answer is B, joking relations. Question number 37. Which of the following is not clearly indicated by kinship? Kinship എന്ന് പറഞ്ഞാൽ ബന്ധുത്വം. Which of the following is not clearly indicated by kinship? ഇവിടെ ഓപ്ഷൻ എ ലീനിയേജ്, ബി അഫിനിറ്റി, സി സ്റ്റാറ്റസ്, ഡി റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഇതിലെ ലീനിയേജ്, അഫിനിറ്റി, റിലേഷൻഷിപ്പ് ഇതെല്ലാം ഏകദേശം അടുത്ത് വരുന്ന ഫാക്ടേഴ്സ് ആണ്. ഇതിൽ നമുക്ക് കിൻഷിപ്പിൽ ഇൻഡിക്കേറ്റ് ചെയ്യാത്ത, ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ സി സ്റ്റാറ്റസ് ആണ്. Which of the following is not clearly indicated by kinship? Option C, status. Question number 38. Who first used the term rites de passage? Who first used the term rites de passage? Option A, Marx, B, Weber, C, A, Van Gennep, and D is Cooley. അപ്പൊ എന്താണ് ഈ റൈറ്റ്സ് ഡി പാസേജ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഈ റൈറ്റ്സ് ഡി പാസേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയുടെ തന്നെ ലൈഫിൽ പല ഘട്ടങ്ങളുണ്ട്. അതിൽ മതപരമായിട്ടോ ആചാരപരമായിട്ടോ ഒക്കെ നടത്തുന്ന ചില ചടങ്ങുകളുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ മാരേജ് ആവാം, അതല്ല എങ്കിൽ ഈ ബാപ്റ്റിസം ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള. ഇപ്പം ഹിന്ദു ആചാര പ്രകാരമാണെങ്കിൽ നൂലുകെട്ട്, ചോറൂണ്, വിദ്യാരംഭം, ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? റൈറ്റ്സ് ഡി പാസേജ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കാം. അപ്പൊ ഒരു ലൈഫിന്റെ ഒരു പ്രധാന ഘട്ടമാണത്. അതിൽ നിന്നും അടുത്ത ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആരാണ് ഈ റൈറ്റ്സ് ഡി പാസേജ് എന്നുള്ള ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് പറയുകയാണ്. ഓപ്ഷൻ എ മാർക്സ്, ബി വെബർ, സി എ വാൻ ഗെന്നപ്പ് ആൻഡ് ഡി ഈസ് കൂലി. ആൻസർ ഈസ് സി എ വാൻ ഗെന്നപ്പ്. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? റൈറ്റ്സ് ഡി പാസേജ് എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് റൈറ്റ്സ് ഡി പാസേജ് എന്നുള്ളത് നോക്കാം. എ ഫോർമൽ സെറമണി, ഈവന്റ് ഓർ റിച്വൽ മാർക്കിംഗ് എ ന്യൂ സ്റ്റേജ് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് സച്ച് ആസ് ബർത്ത്, ഡെത്ത് ഓർ മാരേജ്. പിന്നെ ലൈഫിൽ വരുന്ന പ്രധാനപ്പെട്ട ഇതിന് എക്സാമ്പിൾസ്, അതായത് ഈ റിച്വൽസിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത് ബാപ്റ്റിസം, സ്കൂൾ ഗ്രാജുവേഷൻ സെറമണീസ്, വെഡ്ഡിങ്സ്, റിട്ടയർമെന്റ് പാർട്ടീസ്, ഫ്യൂണറൽസ് എക്സെട്ര. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയപ്പെടുന്നത്? റൈറ്റ്സ് ഡി പാസേജ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ അത് ആദ്യമായിട്ട് ആ വേർഡ് യൂസ് ചെയ്തത് എ വാൻ ഗെന്നപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്സ് ഡിഫറൻഷിയേറ്റഡ് വേരിയസ് ക്ലാസസ് ഇൻ. Marx differentiated various classes in option A, objective terms, B, subjective terms, C, both subjective and objective terms, and D is absolute terms. So Marx differentiated various classes in option A and answer objective terms. Question number 40. An agrarian society is characterized by a dash. An agrarian society is characterized by a dash. Agrarian society എന്ന് പറയുമ്പോൾ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൃഷി സംബന്ധമായിട്ടുള്ള, കാർഷിക സംബന്ധമായ ഒരു സമൂഹമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അതിന്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. മിനിമൽ
division of labor, B, high rate of division of labor, C, high profit orientation, and D is highly developed law system. Option A, minimal division of labor. Division of labor എന്താണെന്നുള്ളത് നമുക്കറിയാം. സെക്കൻഡ് വൺ, ഹൈ റേറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. മറ്റത് വളരെ കുറച്ചാണ്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ പല തട്ടുകളായിട്ട് തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ജോലിയുടെ അടിസ്ഥാനത്തിൽ, തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായിട്ട് തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാർഷിക വ്യവസ്ഥയെ നോക്കുമ്പോൾ, ഒരു കാർഷിക സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ അവിടെ വളരെ കുറവാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മിനിമൽ ഡിവിഷൻ ഓഫ് ലേബർ ആണ്. ബാക്കി ഓപ്ഷൻസ് ഇതായിരുന്നു: ഹൈ റേറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ, ഹൈ പ്രോഫിറ്റ് ഓറിയന്റേഷൻ, ഹൈലി ഡെവലപ്ഡ് ലോ സിസ്റ്റം. അപ്പോൾ ഈ ഒരു കാർഷിക സമൂഹത്തിൽ ഈ പറയുന്നതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഹൈ പ്രോഫിറ്റ് ഓറിയന്റേഷൻ ഇല്ല, വലിയ ലോ സിസ്റ്റം ഇല്ല, ഡിവിഷൻ ഓഫ് ലേബർ അത്ര വലുതുമല്ല. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ മിനിമൽ ഡിവിഷൻ ഓഫ് ലേബർ ആണ് നടക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, മിനിമൽ ഡിവിഷൻ ഓഫ് ലേബർ. Next question. Anomy is a feature of dash society. Anomy is a feature of dash society. Option A, industrial, B, pre-literate, C, semi-urban, and D is none of the above. അപ്പോൾ എന്താണ് അനോമി എന്നുള്ളത് നമുക്ക് നോക്കാം. അനോമി is a societal condition defined by an uprooting or breakdown of any moral values, standards, or guidance for individuals to follow. Anomy may evolve from conflict of belief systems and causes breakdown of social bonds between an individual and the community. അപ്പോൾ ഇത് സമൂഹത്തിന്റെ തന്നെ ഒരു അവസ്ഥയാണ്. എങ്ങനെയാണ് നമ്മുടെ മോറൽ വാല്യൂസും സ്റ്റാൻഡേർഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ആകുന്ന, അല്ലെങ്കിൽ ആ വിശ്വാസം തകരുന്ന രീതിയിലാകുമ്പോൾ വ്യക്തിയും കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു ക്ലാഷ് അവിടെ ഉണ്ടാകുന്നു. അതിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയപ്പെടുന്നത്, അനോമി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ജോബ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ജോബ് ഉണ്ടല്ലോ, ആ ഒരു ജോബ് കിട്ടാത്ത അവസ്ഥ വരുന്നു, പോപ്പുലേഷൻ കൂടുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എല്ലാവർക്കും തൊഴിൽ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വിഭാഗം ആൾക്കാർ എന്ത് ചെയ്യപ്പെടുന്നു, ക്രൈമിലേക്ക് തിരിയുന്നു എന്ന് കരുതുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റവും മോറൽ വാല്യൂസും സ്റ്റാൻഡേർഡ്സും ഒക്കെ തകരുന്നതിന് കാരണമാകും. അത് ാണ് നമ്മൾ അനോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അനോമി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം അത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഫീച്ചർ ആയിട്ടാണ് പറയുന്നത്. അനോമി ഈസ് എ ഫീച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. The intra-tribal economic relations are mostly based on dash. Question number 42. The intra-tribal economic relations are mostly based on dash. Option A, shell money. Option B, judgmany system. Option C, barter and exchange. And option D is stone money. നമുക്കറിയാം പണ്ട് മുതലേ ഉള്ള ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ മണി വരുന്നതിന് മുൻപ്, കറൻസി എന്ന് പറയുന്ന സിറ്റുവേഷൻ, ആ ഒരു സംഭവം വരുന്നതിന് മുമ്പ് നമ്മളിവിടെ പല ഫോംസ് ഉണ്ടായിരുന്നു. ഷെല്ലുകൾ കൊടുത്തുകൊണ്ട്, അല്ലെ, തോടുകളും കക്കയും, അങ്ങനെ പല പല മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ജഡ്ജ്മാനി സിസ്റ്റം ഉണ്ടായിരുന്നു. ജഡ്ജ്മാനി സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഹയർ കാസ്റ്റുകാരെ ലോവർ കാസ്റ്റുകാരെ കൊണ്ട് ജോലി എടുപ്പിക്കും. അതിനുശേഷം ഇവർക്ക് എന്താണ്, ഗ്രെയിൻസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ഇവർക്കുള്ള മണി കൊടുക്കുന്നത്, ഫുഡായിട്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നത്. മണി എന്ന് പറയുന്നത് കൊടുക്കുന്നില്ല, അതിന് പകരം ഇവർക്ക് എന്തായിട്ടാണ്, ഫുഡായിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഫുഡ് മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ജഡ്ജ്മാനി സിസ്റ്റത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ബാർട്ടർ ആൻഡ് എക്സ്ചേഞ്ച്, ബാർട്ടർ സിസ്റ്റം, എക്സ്ചേഞ്ച് അറിയാലോ, തിങ്സ് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് മറ്റൊരു സാധനം ഇങ്ങോട്ട് വാങ്ങുന്നു. ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റോൺ മണി, കല്ലുകളോ വിലപിടിപ്പുള്ള മുത്തുകള്, കല്ലുകളൊക്കെ മാലയായിട്ടാണ് പണ്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു തിങ്സ് ആയിട്ട്, അതായത് ഷൈൻ, നല്ല തിളക്കമുള്ള കല്ലുകളും ഒക്കെയാണ് അന്ന് അവരെന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്, ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രാ ട്രൈബൽ എക്കണോമിക് റിലേഷൻസ് കൂടുതലും
വരുന്നത് നമുക്ക് ഓപ്ഷൻ സി ആണ്, ബാർട്ടർ ആൻഡ് എക്സ്ചേഞ്ചിലാണ് വരുന്നത്. അതായത് ഒരു ഗോത്രത്തിനുള്ളിൽ അവിടെ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ബാർട്ടർ ആൻഡ് എക്സ്ചേഞ്ച് ആയിരുന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. In dash society, the notion of property is closely related to display and expenditure of wealth rather than to its accumulation. In dash society, the notion of property is closely related to display and expenditure of wealth rather than to its accumulation. അതായത് കൂട്ടി വെക്കുക എന്ന ആ ഒരു സ്വഭാവം ഇല്ല, എടുക്കുക അത് ചെലവാക്കി പോവുക എന്നുള്ള ആ ഒരു അവസ്ഥ അതുണ്ടായിരുന്ന അവരാവശ്യാനുസരണം ചെലവാക്കി പോയിക്കൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് പ്രിമിറ്റീവ് സൊസൈറ്റിയിലായിരുന്നു. അവന്റെ ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: പ്രിമിറ്റീവ്, ബി മോഡേൺ, സി കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഡി ഈസ് ഇൻഡസ്ട്രിയൽ. ഇന്നാണ് അത് എന്ത് ചെയ്യുന്നത്, കൂട്ടി വെക്കുന്നത്, അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്താണ്, കൂടുതലും ഒരു വ്യക്തിയിലേക്ക് തന്നെ അത് കൂടുതലായിട്ട് ഇങ്ങനെ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരവസ്ഥ. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. ആവശ്യാനുസരണം സാധനങ്ങൾ വരുന്നു, മണി വരുന്നു, അതിനനുസരിച്ച് അവർ വിനിയോഗിച്ചു പോകുന്നു. അതിങ്ങനെ കൂട്ടിവെക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം വരുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ ആണ്, പ്രിമിറ്റീവ് സൊസൈറ്റിയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Question number 44. Dash is a pull factor prompting migration. Dash is a pull factor prompting migration. Option A, prospect of jobs. Option B, new industries. Option C, pleasant climatic condition. And option D, exhaustion of natural resources. ഇതില് മൈഗ്രേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ക്ലാസ്സിൽ കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് പുൾ ഫാക്ടറും പുഷ് ഫാക്ടറും ഒക്കെ ഉണ്ട് അതിൽ. അപ്പൊ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആൾക്കാർ പോകുന്നതാണ്. അപ്പൊ അതിന്റെ പുൾ ഫാക്ടർ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്ന്, ജോബ്സ് തേടി പോകുന്നത്; രണ്ട്, ന്യൂ ഇൻഡസ്ട്രീസ്; മൂന്ന്, പ്ലസന്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസ്; നാല്, എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആണ്. എക്സോഷൻ മീൻസ് ഡിപ്ലീഷൻ എന്ന് നമുക്ക് പറയാം. ഇവിടെ നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് തേടി പോവുകയാണ്. അപ്പോൾ ഇവിടെ പുൾ ഫാക്ടർ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഡി ആണ്, എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. അത് പുൾ ഫാക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ഡി ഇവിടെ സെലക്ട് ചെയ്യുന്നത്. Exhaustion of natural resources. Question number 45. Find out the incorrect match. Find out the incorrect match. The theory of demographic transition by Becker. B, migration analysis, Everett Lee. Option C, biological theory, Spencer. And option D, social capillarity theory, Dumont. ഒന്നുകൂടി, ഇതിലെ ശരിയല്ലാത്തത് ഏത്, മാച്ച് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇൻകറക്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ബെക്കർ. ബി, മൈഗ്രേഷൻ അനാലിസിസ്, എവററ്റ് ലീ. C, biological theory by Spencer. And option D, social capillarity theory, Dumont. ഇതില് ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. അത് ബെക്കറുടേതല്ല. തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് വാറൻ തോംസന്റെ തിയറിയാണ്. വാറൻ തോംസന്റെ തിയറിയാണ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ളതായാലും അതിനെ കുറെ കൂടി നമുക്കിപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞു പോകുന്നത്. അതല്ലാതെ ഇതിനെ തിയറി ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.